നമുക്കിപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാൽ ദൈവകൃപയോടുകൂടി നമുക്ക് ചില ആയുസ് നീട്ടിക്കിട്ടുവാനായിട്ട് ദൈവം കരുണ ചെയ്യുന്നു. അച്ചായനുമായും യോബ് പറയുന്ന പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ അവർ ദൈവ കർത്തൃസന്നിധിയിൽ ചേർപ്പാനായിട്ട് ദൈവം അവസരം ഒരുക്കി. ദാനിയേലിനോട് ദൈവം പറയുന്നു, ദാനിയേലേ, നീ പോയി വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്ന് ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാവരും ഒരു നാൾ ഓഹരി പ്രാപിക്കുന്നതിന് വേണ്ടി അവന് തയ്യാറെടുപ്പോട് ജീവിക്കണം. അതാണ് ദൈവവിശ്വാസികൾക്കും ആവശ്യമായിരിക്കുന്നത്. എന്റെയും കുടുംബത്തിന്റെയും അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകളിൽ നിന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. IPC ആയൂർ സെന്ററിന്റെ ശുശ്രൂഷകൻ കർത്താവിന് ദാസൻ വർഗീസ് മത്തായി അവരുകൾ മറ്റൊരു ശുശ്രൂഷയ്ക്കായി. പ്രിയമ്മച്ചൊരു വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, അവരുടെ കുടുംബങ്ങൾ, മറ്റ് കുടുംബാംഗങ്ങൾ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഭവനവുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർ, സ്നേഹിതർ, ശ്രേഷ്ഠന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാർ, ഇന്ത്യൻ പെന്തക്കോസ്തല ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആദരണീയനായ പാസ്റ്റർ ഫിലിപ്പ് തോമസ്, ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന പാസ്റ്റർ, ഇവിടെയായിരിക്കുന്ന ബഹുമാന്യ വൈദികൻ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ആദ്യമായി ജീവിതം കൊണ്ട് എന്ത് നേടി? 84 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. ജീവിതം അവസാനിച്ചുവോ? ഏറ്റവും പ്രസക്തമായ 2 ചോദ്യങ്ങളാണ്. ധന്യനായ പൗലോസ്ലീഹ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഈ ഭൂമിയിലെ ജീവിതത്തെക്കാൾ പ്രാധാന്യമുള്ള നിത്യതയെക്കുറിച്ചുള്ള അറിവ് ലഭിച്ചു. അതുകൊണ്ട് ഈ ലോകത്തിലെ ലാഭങ്ങളും ഈ ലോകത്തിലെ ഉയർച്ചകളും ഈ ലോകത്തിലെ നന്മകളും പ്രാപിക്കുവാൻ ശ്രദ്ധിച്ചതിനേക്കാൾ അധികമായി നിത്യതയ്ക്ക് വേണ്ടി കാത്തിരുന്നു. വളരെ പ്രസക്തമായ ഒരാത്മീയനെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യാശാനിർഭരമായ വാക്കുകളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഒരു തിരിച്ചറിവ്. ഈ അമ്മച്ചി 84 വർഷം ഇവിടെ ജീവിച്ചു. ഇന്ത്യൻ പൗരയായിട്ട് ഇന്ത്യയുടെ പൗരത്വം സ്വീകരിച്ച് ഈ രാജ്യത്തിന്റെ എല്ലാ അവകാശങ്ങളും എല്ലാവിധമായ നന്മകളും പ്രാപിച്ച് ജീവിച്ചു. നിത്യതയുടെ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ പ്രിയ അമ്മച്ചിക്ക് ദൈവം ഭാഗ്യം കൊടുത്തു. അതാണ് ഈ ലോകത്തിൽ താൻ നേടിയ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. ഇവിടെ എന്തെല്ലാം സമ്പത്ത് നേടി എന്നുള്ളതല്ല, ഏത് സ്ഥാനമാനങ്ങൾ നേടി എന്നുള്ളതല്ല, ഈ ലോകത്തിൽ എന്തെല്ലാം ആളുകൾ എടുത്തു പറയത്തക്ക മാന്യതകൾ ഉണ്ടാക്കി എന്നുള്ളതല്ല, അതിനേക്കാളൊക്കെ ഉപരിയായി നിത്യതയ്ക്ക് വേണ്ടി എന്ത് നേടി എന്നുള്ളതാണ് ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. കൊണ്ട് അവസാനിക്കുന്നതല്ല എന്റെ ജീവിതമെന്ന് മനസ്സിലാക്കി ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തു. താൻ ഒരുങ്ങിയെന്ന് മാത്രമല്ല, ദൈവം ദാനമായി കൊടുത്ത മക്കളെ ആ ദൈവകൃപയിൽ വളർത്തി ദൈവത്തിന്റെ സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹകരമായി അവരെ നിലനിർത്തുവാൻ പ്രിയ അമ്മച്ചിക്ക് കഴിഞ്ഞു. ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ, നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹീതമായ ഒരു നല്ല തെരഞ്ഞെടുപ്പിനുള്ള അവസരം ദൈവം മുൻപിൽ തരികയാണ്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ നിങ്ങളെ ആത്മാർത്ഥമായി ആഹ്വാനം ചെയ്യുന്നു. പ്രിയമ്മച്ചിയുടെ മകൻ ജോസ് പല വർഷങ്ങളായി എനിക്ക് വളരെ അടുപ്പവും സ്നേഹബന്ധവുമുള്ള എന്റെ ഒരടുത്ത സ്നേഹിതനാണ്. ജോസ് കുടുംബമായി ന്യൂയോർക്കിൽ പാർക്കുന്നു. ദൈവത്തെ അക്ഷയമായി അവർ കുടുംബമായി സ്നേഹിക്കുകയും സേവിക്കുകയും ദൈവസഭയ്ക്ക് അവരുടെ അനുഗ്രഹമായിരിക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രത്യേകത, ന്യൂയോർക്കിൽ ചില ദൈവദാസന്മാരും അവർ ചില ദൈവമക്കളും ചേർന്ന് എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് ഒരുമിച്ച് കൂടി ചില മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. നിരവധി സന്ദർഭങ്ങളിൽ അവരോട് ഒരുമിച്ച് പ്രാർത്ഥനയിൽ സമയം ചെലവഴിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന
എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. വീണ്ടും കാണാമെന്നുള്ളതായ പ്രത്യാശയോടെ ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യൻ ദാസനാണ് ഒടുവിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും ഭൗതിക ശരീരം സംസ്കരിക്കുകയും ചെയ്യുന്നത്. കർത്താവിന്റെ ദാസന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹവും സന്തോഷവുമാണ്. കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഗാനത്തിന്റെ ഒരടി പാടുന്നതാണ്. ചെയ്യുന്നു. സമയം വളരെ മുൻപോട്ട് പോകുന്നത് കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ കാര്യത്തിൽ പ്രത്യേകം സഹകരിപ്പാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ന്യൂയോർക്കിൽ നിന്ന് കടന്നു വന്ന ബ്രദർ ജോർജ് ഫിലിപ്പ് ചില വാക്കുകൾ ഇപ്പോൾ ഓർപ്പിക്കും. അതിനുശേഷം ബ്രദർ ജോയ്സ് ചാക്കോസ് അവരുകൾ ചില വാക്കുകൾ ഓർപ്പിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കും. ചില ദിവസങ്ങൾക്ക് മുൻപ് ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാനും ഈ പ്രിയ മാതാവിനെ ജീവനോടെ കാണുവാനും എനിക്കിടയായി. എന്നാൽ അന്ന് ആ സാഹചര്യം കണ്ടപ്പോൾ മനസ്സിൽ വലിയ ഭാരമൊക്കെ തോന്നി. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ സമയത്ത് ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മൂത്ത സഹോദരി ഒഴിച്ച് ബാക്കി ഞങ്ങൾ 4 പേരും കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ഒരേ സഭയിൽ കൂടുകയും ഒന്നിച്ചാരാധിക്കുകയും ചെയ്യുന്നവരാണ്. വളരെ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവേലയിൽ വളരെ ഉത്സുകരായിരിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു നല്ല മക്കളാണ് ഓരോരുത്തരും. ഈ പ്രിയ പിതാവും മാതാവും ഒക്കെ അവർക്ക് കാണിച്ചു കൊടുത്തതായ മാതൃകകൾ അവർക്ക് അനുഗ്രഹകരമായി തീർന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ഓരോ കുടുംബങ്ങളിൽ ആയിത്തീരുമ്പോൾ അത് ദേശത്തിനും നാടിനുമൊക്കെ അനുഗ്രഹമായി തീരും. ഈ പ്രിയപ്പെട്ട അമ്മച്ചി തന്റെ സമയമായപ്പോൾ കർത്താവിലേക്ക് ചേർക്കപ്പെട്ടു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നമ്മൾ നിരാശരാകരുത്, അവർ പ്രത്യാശയില്ലാത്തവരാകരുത്. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ വരുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ഈ പ്രിയ മാതാവിനെ നമുക്ക് കാണാം. ഈ പ്രിയ മാതാവിന് നമ്മോട് പറയാനുള്ളത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തിരിച്ചു, വിശ്വാസം കാത്തു. നമുക്ക് അവരോട് ചേർന്ന് പറയുവാൻ കഴിയും. ആകയാൽ സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ന്യൂയോർക്ക് എൽമണ്ട് ശാലേം ടബർനാക്കിളിന്റെയും എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുശോചനം അറിയിച്ചുകൊണ്ടും ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും, ഈ പ്രിയ മക്കളെ ഓരോരുത്തരെയും
ദൈവത്തിൻ്റെ സമാധാനവും ആശ്വാസം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ദൈവസന്നിധിയിലേക്ക് തന്നുകൊള്ളും. ഇന്ന് ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ പ്രിയ കൊച്ചമ്മയോടൊപ്പം ആയിരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ജോലി പ്രമാണിച്ച് കോഴിക്കോട്ട് നിന്ന് തിരിച്ച് ട്രാൻസ്ഫർ ആയിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സൺഡേ സ്കൂളിന് പഠിപ്പിക്കുന്നതിന് അന്ന് നേതൃത്വം നൽകിയിരുന്ന ഒരാളാണ് പ്രിയമത്തായിച്ചാൻ. അച്ചായനോടൊപ്പം ഒരധ്യാപകനായിട്ട് ഞാനിവിടെ പ്രവർത്തനം തുടങ്ങി. സഭയുടെ എല്ലാ രംഗങ്ങളിലും വളർച്ചയിലും ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ 2 സഭകളുടെ വളർച്ചയ്ക്ക് വളരെ അധ്വാനിച്ച ഒരു സഹോദരനായിരുന്നു പ്രിയമത്തായിച്ചാൻ. ആ മത്തായിച്ചാനോടൊപ്പം എല്ലാ രംഗങ്ങളിലും സഹകരിച്ച് പ്രോത്സാഹിപ്പിച്ച് മുൻപോട്ട് പോകുന്നതിന് പ്രിയ കൊച്ചമ്മ കൂട്ടായിരുന്നുവെന്ന് എനിക്കറിയാം. ഈ ഭവനത്തിലെ കുഞ്ഞുങ്ങളുമായി എനിക്ക് നല്ല ബന്ധമാണുള്ളത്. പ്രത്യേകിച്ചും ജോസും റോയിയും അവരുടെ ബാല്യകാലം മുതൽ എനിക്ക് അവരോട് സഹകരിച്ച് സ്നേഹത്തിൽ പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന എല്ലാ പിന്തുണയും അവർക്ക് നൽകി അവരെ മുന്നോട്ട് നയിക്കുന്നതിനും ഞാൻ സഹകരിച്ചിട്ടുണ്ട്. ഈ കുടുംബം ദൈവസഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നു. പക്ഷേ നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തതായ പ്രകൃതിയുടെ പ്രതീതികളിൽ ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് മതിയാകും. ഞങ്ങളുടെ കാർമേൽ സഭയുടെ ആരംഭം എന്ന് പറയുന്ന 1988-89 കാലയളവിലായിരുന്നു. അന്ന് പ്രിയ പിതാവ് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻനിരയിൽ നിൽക്കുവാനും ഓളുപണിക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും താൻ മുൻകൈക്ക് നിന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാക്കി. അതുപോലെ ഈ കുടുംബത്തിലുള്ളതായ മറ്റ് എല്ലാ മക്കളും അതിന് വേണ്ടുന്നതായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് ഞങ്ങൾക്ക് കൈത്താങ്ങ് തരുവാനിടയായി തീർന്നു. ആ സന്ദർഭത്തിൽ പിതാവിനോടൊപ്പം അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും പങ്കുകൊള്ളുവാൻ ദൈവം എനിക്കും ഇടയാക്കി. കൂടാതെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടുന്നതായ എല്ലാ പ്രോത്സാഹനങ്ങളും തന്ന് ധൈര്യം തന്ന് ഞങ്ങളെ മുൻനിർത്തുവാൻ തക്കവണ്ണം ഇടയാക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അന്ന് ഞങ്ങൾ 13 വീട്ടുകാരായിരുന്നുവെങ്കിൽ തന്നെയും ഇന്ന് 40-ൽ പരം വീടുകളുണ്ട്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പോകുവാൻ തക്കവണ്ണം ഇടയാക്കിയത് പ്രായമുള്ളതായ മാതാക്കളുടേതായ പ്രാർത്ഥനയായിരുന്നു. എന്നാൽ 2005-ലാണ് മത്തായിച്ചാനെ ലോകം വിട്ട് താൻ പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. അതിനുശേഷവും മാതാവ് കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും നൽകുമായിരുന്നു. ആരാധന കഴിഞ്ഞ ശേഷം മടങ്ങി വരുമ്പോൾ ഞാൻ ഈ ഗേറ്റിന്റെ വാതിലിൽ കൊണ്ടുവന്ന് വിട്ടതിന് ശേഷമാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ തനിക്ക് ആരാധനയ്ക്ക് കടന്നു വരുവാൻ സാധിക്കാതെ വന്ന കാലം മുതൽ താൻ ഇവിടെ വന്ന് കാണുന്ന സന്ദർഭത്തിൽ തനിക്ക് യാതൊരുവിധമായ വിഷമോ ഒന്നും പ്രദർശിപ്പിക്കാതെ വേണം മാതാവ് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ സഭയുടെ എല്ലാ ആളുകളുടെയും നാമത്തില് ഞങ്ങൾ എന്റെയും കുടുംബത്തിന്റെയും നാമത്തിലുള്ളതായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ കാത്തുപാർക്കുന്നുണ്ടോ നാം ചേർന്നിടുവാനായി മോഹനാപുരമാകൽ തതനോടുകൂടെ നാം മോദാൽ വാസിപ്പാൻ പോകാം. നമുക്ക് മോദാ വാസിപ്പാൻ പോകാം. നമുക്ക് ദൈവനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കർത്തദാസന്മാരെയും കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വന്ദനം ചെയ്യുന്നു. ഇന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ എനിക്കിവിടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം കൃപ നൽകിയതിനാൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞാൻ ഈ ഭവനത്തില് ഈ പ്രദേശത്ത് വരുന്നത് 1971-ലാണ്. എൻ്റെ മാതാപിതാക്കന്മാർ എൻ്റെ നന്മയ്ക്കായി ഭൗതിക നന്മകൾക്കും ആത്മീയമായും എന്നെ വളർത്തിയതുപോലെ തന്നെ അതേ വിധത്തിലും
അനുഗ്രഹമായിട്ട് എൻ്റെ നന്മകൾക്കായും ഭൗതിക നന്മകൾക്കായും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ നന്മകൾക്കായും വളരെയധികം അധ്വാനിക്കുകയും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മാതാവും പിതാവുമായിരുന്നു മകൾ കാണുവാൻ വളരെയധികം അധ്വാനിച്ചതായ ഒരു പിതാവും ഒരു മാതാവും. ഞാൻ പലപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ അതിനുപരിയായി ഈ മാതാവിനെ പ്രത്യേകം ഓർക്കുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കിടയായിട്ടുണ്ട്. ആ മാതാവിൻ്റെ വേർപാട് എൻ്റെ ജീവിതത്തിന് ഭാരമുള്ളതാണ്. എങ്കിലും സർവശക്തനായ ദൈവം നിത്യതയിൽ ഒരുമിച്ച് കാണുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകം ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എൻ്റെ സഹോദരി സഹോദരന്മാർ, എൻ്റെ കുടുംബത്തിൻ്റെത്, ഞങ്ങളുടെ പുന്തല പ്രദേശത്തിൻ്റെത് ആയ എല്ലാ അനുശോചനങ്ങളും ഈ സന്ദർഭത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഇരുന്നുകൊള്ളുന്നു. കർത്താവിന്റെ ദാസൻ ഫാസ്റ്റർ തോമസ് മാത്യു അവരുകൾ ചില വാക്കുകൾ അനുസ്മരണമായി ഇപ്പോൾ ഓർപ്പിക്കുന്നതായി. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യമ്മച്ചിയുടെ ദേഹോപയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും മറ്റു പ്രിയപ്പെട്ടവരോടും കർത്തദാസനോടും ചേർന്ന് ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്കും കുടുംബമായ ദൈവം കൃപ നൽകിയതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള ചർച്ചിൽ ശുശ്രൂഷയിൽ ഞങ്ങൾ കുടുംബമായിട്ടായിരിക്കുമ്പോൾ വാത്സല്യ അമ്മച്ചിയായിട്ട് അടുത്ത് സഹകരിക്കുവാനും ചില ആഴ്ചകൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനൊക്കെ ദൈവം കൃപ നൽകി. താൻ കടന്ന ഒരു സമയങ്ങളൊക്കെ പ്രത്യാശയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കർത്താവിന്റെ സാക്ഷിയായി തീരുകയും ഇവിടെ കടന്നു വരുമ്പോഴൊക്കെ വാത്സല്യ പിതാവുമായി ഒരുമിച്ചുള്ള കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ച അനുഭവങ്ങളും ദൈവസഭയുടെ ആദ്യകാല പ്രവർത്തന അനുഭവങ്ങളും വളർച്ചകളെ കുറിച്ചൊക്കെ പലപ്പോഴും ഓർക്കുവാനും അത് കേൾക്കുവാനും പഴയ ആത്മീയ അനുഭവങ്ങളൊക്കെ പലപ്പോഴും പങ്കിടുവാൻ ദൈവം അവസരങ്ങൾ നൽകിയിട്ടുള്ളത് ഓർത്ത് ഈ സമയത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തനിക്ക് ശാരീരികമായി ബലം ഉണ്ടായിരുന്ന ആ സമയം വരെയും വളരെ ആത്മാർത്ഥമായ സന്തോഷത്തോടെ കടന്നു കർത്താവിനെ ആരാധിപ്പാനൊക്കെ ദൈവം കൃപ നൽകിയത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. താൻ ശാരീരികമായി ക്ലേശത്തിൽ ഭവനത്തിലായിരുന്നതൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും വിശ്വാസത്തോടും പ്രത്യാശയോടും ആയിരിക്കാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ കടന്നു വരുവാനും വാത്സല്യ മാതാവിനെ കാണുവാനും പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് അവസരം നൽകി. ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യന്റെ ആയുസ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 80-ൽ പരം വർഷങ്ങൾ ഭൂമിയിൽ ജീവിക്കുവാനും മക്കളെയും മരുമക്കളെയും കുഞ്ഞുങ്ങളെ കാണുവാനും അവരുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കുവാനും ചില നാളുകൾ തലമുറയോട് ചേർന്ന് വിദേശ രാജ്യങ്ങളൊക്കെ ആയിരിക്കാനൊക്കെ പ്രിയമാതാവിന് കൃപ നൽകി. കർത്താവിന് സമയമായപ്പോൾ വാത്സല്യ മാതാവ് പ്രത്യാശിച്ചിരിക്കുന്ന നിത്യനാടിലേക്ക് വിശ്രമത്തിനായി തന്റെ ആത്മാവിനെ കർത്താവ് വിളിച്ച് ചേർത്തതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വചനത്തിൽ നിന്ന് വായിക്കുന്ന പോലെ എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാരാകുന്നു. അവർ തങ്ങളുടെ പ്രയത്നങ്ങൾ വിശ്രമിക്കേണ്ടതാകുന്നു. ഇവിടെ പ്രവൃത്തി അവരെ പിന്തുടരും. കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയത്നം നിറഞ്ഞ ലോകത്തിൽ നിന്ന് കഷ്ടം ദുഃഖമില്ലാത്ത ആ നിത്യരാജ്യത്തിലേക്ക് വിശ്രമത്തിനായി വാത്സല്യ അമ്മച്ചിയെയും ചേർത്തതോർത്ത് സ്തോത്രം ചെയ്യുന്നു. വേർപാട് നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ഭാരം ഉളവാക്കുന്നതാണ്. എന്നാൽ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ഓർക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ പൈതലിനും ആശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും നമ്മൾ വാങ്ങിപ്പോയ പ്രിയപ്പെട്ടവരെ എത്രയും വേഗം അവിടെ കടന്നു എന്ന് കാണാമെന്നുള്ള വലിയ ആ ആത്മാർത്ഥമായ പ്രത്യാശയോട് സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശേഷാൽ പ്രിയ യോസച്ചാൻ പൊന്നച്ചാൻ മറ്റ് അമ്മച്ചിയുടെ എല്ലാ മക്കളെയും കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ട എല്ലാവരുടെയും സർവാശ്വാസം ഉടയനായ എല്ലാവിധമായ സമാധാനം കൊണ്ടും ദൈവപ്രത്യാശ കൊണ്ടും ദൈവസമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷയിൽ പ്രദാനം ചെയ്യുന്ന കിളിവയിൽ IPC MNS ചർച്ചിന് പേരുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് നന്ദിയോട് സ്തോത്രം. വിലപ്പെട്ട ദേവദാസന്മാർക്കും ദുഃഖത്തിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. 17 വർഷങ്ങൾക്ക് മുൻപ് ഈ കർമ്മേൽ സഭയുടെ ശുശ്രൂഷകനായി ഇവിടെ ആയിരിക്കുന്ന ഗുണം കർത്താവ് അവസരം നൽകിയ ആ സന്ദർഭങ്ങളിൽ ഈ കുടുംബം ഞങ്ങൾക്ക് വളരെ ആശ്വാസവും ആത്മീകമായ ശുശ്രൂഷകളൊക്കെയും പങ്കുകൊള്ളുവാൻ തക്കവണ്ണം കർത്താവ് അവസരങ്ങളെ ഒരുക്കി. അതിലുപരിയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ഭവനത്തിലെ ആ കുഞ്ഞുങ്ങളെ പോലെ ഈ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വളരെ ആശ്വാസകരമായിരുന്നു. അവർക്കൊർക്കും ഒരിക്കലും മറക്കാൻ വയ്യാത്ത അനുഭവങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിൽ ഈ ഭവനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവവേലയ്ക്കുടെ പ്രസിദ്ധിക്ക് വേണ്ടിയും ദൈവദാസന്മാരെ സൂക്ഷിക്കുന്നതിനുള്ളതായ ആവേശവും അവരുടെ ജീവിതത്തിലെ കാലങ്ങളിലും പിന്നെയുള്ള അവസരങ്ങളിൽ ഞങ്ങൾക്ക് കാണുവാനും അത് പ്രാപിപ്പാൻ തക്കൊണ്ട് ഇടയായിക്കൊണ്ടിരുന്നു. ഈ പ്രദേശത്തെ വേലയ്ക്ക് വളരെ
വിശാലമായ നിലയിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെയും അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെയും കർത്താവ് സാവകാശം നൽകി സഹായിച്ചുവല്ലോ. അതിനൊക്കെയും പ്രതിഫലം സ്വർഗത്തിൽ നിന്നും പ്രിയപ്പെട്ടവർക്ക് കുടുംബമായി പ്രവഹിപ്പാൻ തക്കവണ്ണം ഇടയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 84 വർഷങ്ങൾ ഈ ഭൂമിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് മാതാവിന് അവസരം നൽകിയല്ലോ. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെയൊക്കെയും ദൈവം അവരുടെ കുഞ്ഞുങ്ങളെയും മാനിക്കുന്നുള്ളതിന് അവർ സാക്ഷ്യമാണ് ഈ ഭവനം. അതുകൊണ്ട് ഈ പ്രദേശത്ത് കർത്താവിന് വേണ്ടി വളരെ പ്രയത്നിപ്പാൻ തക്കവണ്ണം കുടുംബങ്ങളായി കർത്താവ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്നതായ കുഞ്ഞുങ്ങളുടെ മറ്റ് പ്രിയപ്പെട്ടവരുടെ എല്ലാം അനുശോചനം അവരെ ദൈവം തന്റെ വചനത്തിൽ കൂടി ആശ്വസിപ്പിക്കുമാറാകട്ടെ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഞാനായിരിക്കുന്ന പഴകുളം സഭയുടെ അനുശോചനം ഈ തരുണത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ അമ്മച്ചിയുടെ ഇളയ മകൻ പ്രിയ പൊന്നച്ചായൻ ഇപ്പോൾ ചില വാക്കുകൾ ഓർപ്പിക്കുന്നതായിരിക്കും. വന്ന കർത്തദാസന്മാരോടും നല്ലവരായ നാട്ടുകാരോടും ബന്ധുമിത്രാദികളോടും വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ഏകദേശം 3-4 ആഴ്ചകൾക്ക് മുമ്പ് അമ്മയെ വന്ന് ജീവനോട് കാണുവാനും കഴിഞ്ഞ ഏപ്രിൽ 3-ന് നാട്ടിൽ തിരിച്ചു പോവുകയും തിരിച്ചു വരണം എന്ന് ഞാൻ കരുതി. പക്ഷെ ഇത്രയും പെട്ടെന്ന് വരണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ആ സമയത്ത് വരുന്ന സമയത്ത് അമ്മ ഇങ്ങനെ അബോധാവസ്ഥയിലും റെസ്പോൺസ് ചെയ്യാതെയൊക്കെ ഇരുന്നു. എന്നാൽ 2-3 ദിവസങ്ങൾക്ക് ശേഷം അമ്മ പിന്നെയും റെസ്പോൺസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചില നാളുകൾ അമ്മ അങ്ങനെ ആയിരുന്നു. എന്നാൽ കർത്താവിന്റെ സമയമായപ്പോൾ കർത്തസന്നിധിയിൽ കഴിഞ്ഞ ഏപ്രിൽ 23-ാം തീയതി 2:30 മണിക്ക് കർത്തസന്നിധിയിൽ വിളിച്ച് ഇറക്കപ്പെട്ടു. എൻ്റെ പ്രിയ പിതാവ് 2005 ഒക്ടോബർ 23-ാം തീയതിയാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. പിതാവിന്റെ വേർപാടിന് ശേഷം ചില കുടുംബങ്ങളെ എനിക്ക് കൂടുതലായി ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് പാസ്റ്റർ ഷാജി, അതുപോലൊക്കെ വീട്ടിലെ കുടുംബം, റാണി കുടുംബം, റാണിയും ഷീജ, ഇവരൊക്കെയാ മേരി, ഇവരൊക്കെയും അമ്മയെ ഈ കഴിഞ്ഞ 9 വർഷക്കാലം ശുശ്രൂഷിച്ചിരുന്നു. അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. കൂടുതലായി ഞാൻ ഒന്നും തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വാർഡിന്റെ മെമ്പർ കുഞ്ഞുഞ്ഞമ്മ ബാബു മുൻപോട്ട് വന്ന ചില വാക്കുകൾ ഇപ്പോൾ ഓർപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷം പ്രിയ അമ്മച്ചിയുടെ മൂത്ത മകൾ ഗ്രേസമ്മ ചില വാക്കുകൾ ഓർപ്പിക്കും. ശേഷം ബ്രദർ കുഞ്ഞുമോൻ ചെറിയാൻ ചില വാക്കുകൾ ഓർപ്പിക്കുന്നതായിരിക്കും. നാം ഇന്ന് ഈ ഭവനാങ്കണത്തിൽ ഇരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ മരണവും ജനിക്കുന്നു. എന്നാൽ ആ കുട്ടി ഈ ലോകത്തിൽ ജീവിച്ച് അനേകർക്ക് നന്മ ചെയ്ത് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടതാണ്. മരണമെന്ന് പറയുന്നത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിഷമത്തിൻ്റെതും ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും വിഷയങ്ങളാണ്. എങ്കിലും നമുക്കൊന്ന് പ്രത്യാശിക്കാം, ഇമ്പങ്ങളുടെ പർദീസായിൽ ഈ മാതാവും ദൈവത്തോടൊപ്പം തന്നെ ആയിരിക്കും എന്നുള്ളത്. നാമും ഒരു ദിവസം ഇതുപോലെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ഈ അമ്മച്ചിയുടെ നല്ല മാതൃക പിൻപറ്റി നാമും ജീവിക്കണം എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഈ അമ്മച്ചിയോടുള്ള എല്ലാവിധമായ നല്ല പ്രവർത്തനങ്ങളും നമുക്ക് പിന്തുടരാം. അതിനനുസരിച്ച് നമുക്കും ജീവിക്കാം എന്ന് മാത്രം എനിക്ക് ഈ സമയത്ത് പറയുവാനുണ്ട്. അതുപോലെ ഇവരുടെ മാതാപിതാക്കള്, ഇവരുടെ സഹോദരങ്ങള്, മക്കൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഗ്രേസമാമ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ആഗതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, ഈ സഭയുടേതായ എല്ലാ മെമ്പേഴ്സിന്, മാതാപിതാക്കന്മാർക്ക്, സഹോദരി സഹോദരന്മാർക്ക്, ദേശനിവാസികള്, അയൽവാസികള്, ഹല്ലേലൂയ, അങ്ങനെ എല്ലാവർക്കും
കർത്താവായ യേശുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. സ്തോത്രം. കർത്തൃദാസൻ പറഞ്ഞതുപോലെ ഈ ഭവനത്തിൽ എൻ്റെ പേര് ഗ്രേസമ്മ. ഞാൻ ന്യൂജേഴ്സിയിൽ കഴിഞ്ഞ 17 വർഷമായി ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭവനത്തിൽ മൂത്ത മകളായി ജനിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ദൈവവചനത്തിൽ കാണുന്ന പ്രകാരം നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എൻ്റെ മാതാവിന് കൊടുത്തതായ ദൈവകൃപയും ദർശനവും അനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീയ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബ ജീവിതവും ചെയ്യുവാൻ കർത്താവ് ഹല്ലേലൂയ എൻ്റെ മാതാവിന് ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറുപ്പകാലങ്ങളിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ കാലത്തെ അവസ്ഥയോ ചെറുക്കകാലത്തെ അവസ്ഥയോ ഒരിക്കലും മറക്കുകയല്ല. ഞാൻ ഹല്ലേലൂയ പണസംബന്ധമായ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി ജീവിതമല്ല. എൻ്റെ 2 സഹോദരിമാർക്ക് അത് നന്നായി അറിയാമെന്ന് എൻ്റെ സഹോദരിമാർക്ക് അത് അറിവില്ല. ആ കാലഘട്ടത്തിൽ എൻ്റെ പിതാവ് ഏത് ജോലി ചെയ്യുന്നതിനും തലമുറകൾക്ക് വേണ്ടി അവർക്ക് ആഹാരം കൊടുക്കുവാൻ ഒരു ദിവസം പോലും ഞങ്ങൾ ആഹാരമില്ലാതെ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ എൻ്റെ പിതാവ് ഏത് ജോലി ചെയ്യുവാനും വളരെ ബിസിനസ് സംബന്ധമായ വിഷയത്തിൽ ഹല്ലേലൂയ വളരെ താല്പര്യത്തോടിയിരുന്നു. എൻ്റെ മാതാവ് എൻ്റെ പിതാവിന് വളരെ കൈത്താങ്ങായിരുന്നു. എൻ്റെ ചെറുപ്പകാലങ്ങളിലെ കരിക്കച്ചവടം ഉണ്ടായിരുന്ന സമയങ്ങളിൽ എൻ്റെ മാതാവ് കരി അളന്ന് ഹല്ലേലൂയ അച്ചാച്ചൻ ഹോൾസെയിലായിട്ട് കൊടുക്കും. എന്നാൽ കരി അളന്ന് കൊടുക്കുമ്പോൾ ആ വസ്ത്രമൊക്കെ ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾക്ക് വെച്ചു പോയ നല്ല മാതൃക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അത് ഹല്ലേലൂയ ദാനിയേലിനോട് പറയുന്നത് പോലെ കാലാവസാനത്തിൽ പോയി വിശ്രമിക്കുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരിക്കായി എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. എൻ്റെ സഹോദരൻ പറഞ്ഞതുപോലെ ഉപ്പാപ്പന്റെ വേർപാടുള്ളതായ ബന്ധത്തില് കഴിഞ്ഞ മാസക്കാലം ഞാനും ഇവിടെ കടന്നു വരുവാൻ തക്കണം ഇടയായി. ചില ദിവസങ്ങൾ ഞാൻ ഭവനത്തിന് പുറത്തിറങ്ങാതെ എൻ്റെ മാതാവിനോട് കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കാൻ കർത്താവ് എനിക്കൊരു നല്ല ഭാഗ്യം തന്നു. അതൊരു നല്ല പദവിയായിട്ടും ഹല്ലേലൂയ ദൈവത്തിന്റെ നീതിയായിട്ടും ഞാൻ കരുതുന്നു. സ്തോത്രം. വളരെ ഹല്ലേലൂയ ക്രിട്ടിക്കലായിട്ടുള്ളതായ 3 ദിവസം ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഭവനത്തിൽ വിളിക്കും. അതിനുശേഷം രാവിലെ കാലം ജോലിക്ക് മുൻപായി ഞാൻ സാധാരണ ചെയ്തു വരുന്നത് പോലെ 4:30 എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും. ആ 3 ദിവസവും എൻ്റെ ജീവിതത്തിന്റെ കുറവ് ഞാൻ ഏറ്റുപറയും. എൻ്റെ മാതാവിന്റെ ജീവിതത്തിന്റെ കുറവ് ഞാൻ ഏറ്റുപറയും. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറയും, കർത്താവേ എൻ്റെ മാതാവിന് ഒരു നിത്യത കൊടുത്ത്, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കൊടുത്ത്, ശരീരത്തിന്റെ കട്ടപ്പാട് തീർത്ത് എൻ്റെ മുഖത്തെ നീ ആദരിക്കണമെന്ന്. എന്നാൽ 3-ാമത്തെ ദിവസം ഹല്ലേലൂയ 4:30 എനിക്ക് അല്പം താമസിച്ചു എഴുന്നേറ്റതുകൊണ്ട് എഴുന്നേൽക്കാൻ തക്കണം കഴിഞ്ഞില്ല. എന്നാൽ 4:45 ഞാൻ എഴുന്നേറ്റിരുന്ന് ഇതേ വാചകം തന്നെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 4:45 ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ദൂതനെ അയച്ച് എൻ്റെ മാതാവിന് ഒരു നിത്യത കൊടുത്ത് ഹല്ലേലൂയ സ്തോത്രം ഈ ശരീരത്തിന്റെ കഷ്ടപ്പാട് നീ ഒന്ന് മാറ്റണമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യാശയുടെ പാട്ട് ഞാൻ ഇങ്ങനെ പാടുവാൻ തുടങ്ങി. പാടിക്കഴിഞ്ഞ് ഞാൻ നാൽമാവിൽ ആരാധിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ സഹോദരൻ കടന്ന് എൻ്റെ ടെലിഫോണിൽ എന്നെ വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവിന് കർത്താവ് ഒരു നല്ല നിത്യത കൊടുത്തു. അതെന്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തോടെ വീര്യം കൂട്ടുവാൻ ഹല്ലേലൂയ എൻ്റെ പ്രാർത്ഥനയിൽ ഒരു സ്റ്റെപ്പ് കൂടെ ഉയരുവാൻ തക്കണം കർത്താവ് ഞങ്ങൾക്ക് സഹായിച്ചു, എനിക്ക് സഹായിച്ചു. അതെന്നാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ പത്തൻ പുൽപ്പരയിൽ എൻ്റെ മാതാവിനെയും എൻ്റെ പിതാവിനെയും ഞങ്ങൾക്ക് മുഖാമുഖമായി കാണാം എന്നുള്ള പ്രത്യാശയോടെ എൻ്റെ മാതാവിന് നല്ലൊരു യാത്രയയപ്പ് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാചകത്തിൽ നിന്ന് വിരമിക്കുന്നു. ഈ സമയം അനുവദിച്ച ദൈവദാസന്റെ നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ബ്രദർ ബേബി, ബ്രദർ റെജി, സാലിക്കുട്ടി, ബ്രദർ രാജു എന്നിവർ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സമയത്തിന്റെ പരിമിതികൾ കണക്കിലെടുത്ത് അനുസ്മരണ വാക്കുകൾ പ്രസ്താവിക്കുന്നവർ 1 മിനിറ്റിൽ കവി. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വേദിയിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, ബന്ധുക്കൾ, ചർച്ചക്കാർ, സ്നേഹിതർ, ഈ പ്രദേശത്തായിരിക്കുന്ന സ്നേഹിതന്മാർ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രിയ മാതാവിൻ്റെ നിര്യാണത്തിൽ കടന്നു വരുവാനും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ ദൈവം എന്നെയും ഇടയാക്കിയതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മാസം 18-ാം തീയതിയാണ് ഇവിടെ ഞാൻ തിരികെ പോകുന്നത്. എൻ്റെ അളിയൻ്റെ നിര്യാണത്തിൽ കടന്നു വരുവാനും ആ ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരോടും കൂടി സംബന്ധിപ്പാൻ എനിക്ക് ഇടയായി. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇവിടെ വന്നു. 15-ാം തീയതി വന്ന് 18-ാം തീയതി തിരികെ പോയി. 17-ാം തീയതി വൈകുന്നേരം പ്രിയ മാതാവിനെ ഒരു പ്രാവശ്യം കൂടി കാണുവാനും ഇടയായി. മഹാന്മാർ പറയുന്നത് പോലെ റെസ്റ്റ് ഈസ് ഗുഡ്, സ്ലീപ്പ് ഈസ് ബെറ്റർ ആൻഡ് ഡെത്ത് ഈസ് ദ ബെസ്റ്റ്
മനുഷ്യൻ അവൻ്റെ വേല കഴിഞ്ഞ് ഒരു റെസ്റ്റ് എടുക്കും. അത് നല്ലതാണ്, റെസ്റ്റ് ഫോർ സം ടൈം. അതിനുശേഷം അവൻ ഉറങ്ങും. അന്നേരവും അതും അധിക നേരമില്ല, അവൻ്റെ ഇന്നർ മൈൻഡ് ഈസ് കോൺഷ്യസ്. ബട്ട് ദ ലാസ്റ്റ് സ്റ്റേജ് ഈസ് ബെസ്റ്റ്. കർത്താവ് മരണത്തെക്കുറിച്ച് പറയുന്നത് നിദ്രയെന്ന് മാത്രമേ ഉള്ളൂ, ഉറക്കമെന്ന്. അത് നീണ്ട ഒരു ഉറക്കം. ആ ഉറക്കത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലൈഫ്. സോൾ ഈസ് ഡിപ്പാർട്ടിംഗ് ഫ്രം ദി ബോഡി. ആ അവസ്ഥയിലായിരിക്കുന്നു ഇപ്പോൾ അമ്മച്ചി. പല പ്രാവശ്യം, ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മിനിമം ഞാൻ കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോഴെല്ലാം മാതാവിനെ കാണുവാനും ഇടയായി, സന്തോഷം പകരുവാനും, വിത്തൗട്ട് മൂവ്മെന്റ്, വിത്ത് മൂവ്മെന്റ്, വിത്ത് ലോക്കോമേഷൻ, വിത്തൗട്ട് ലോക്കോമേഷൻ, എല്ലാ അവസ്ഥയിലും മാതാവിനോടൊപ്പം ആയിരിക്കാൻ ഇടയായി. വരുമ്പോഴെല്ലാം പറയും, ഷീബെ, റാണി, കുഞ്ഞോന് ചായ ഇട്ട് കൊടുക്ക് എന്ന്. അവസാന ചില മാസങ്ങൾ തനിക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ആളെ ശരിക്കും മനസ്സിലാക്കാനോ ഉള്ള അവസ്ഥയിലല്ലായിരുന്നു. പ്രത്യാശയുള്ളവളായി കർത്താവിന്റെ തക്ക സമയത്ത് തിരുസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയായി. അതിന് ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രിയ മാതാവിന്റെ വേർപാടനുബന്ധിച്ചോടുള്ള ഈ ശുശ്രൂഷയില് എനിക്ക് അനുശോചനം പറയാൻ തക്കോണം ഒരുക്കി തന്ന ഈ ഏഴായ അടിയൻ ഒരുക്കി തന്ന ഈ കുടുംബത്തോട് ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ 2005 ഇവിടെ ഞാൻ കടന്നു വരുവാൻ തക്കോണം ഇടയായി തീർന്നു. പ്രിയ പിതാവിന്റെ വേർപാടനുബന്ധിച്ച് ശേഷം 1.5 വർഷക്കാലം ഞാൻ പ്രിയ മാതാവിനോട് ചേർന്ന് മാതാവിനെ ശുശ്രൂഷിക്കുവാനും ഞങ്ങൾ ഒരുമിച്ച് എന്റെ ഭാരങ്ങളും മാതാവിനോട് പറയുവാനും മാതാവിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ എന്നോട് പങ്കുവെക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. മാതാവിന്റെ നല്ല കാര്യങ്ങൾ, നല്ലതായ പ്രവർത്തനങ്ങൾ, ഒത്തിരി നല്ല ഉപദേശങ്ങൾ പ്രിയ മാതാവ് എനിക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയ മാതാവിന്റെ മക്കള് ഒത്തിരി എന്നെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കണ്ടുകൊണ്ട് ഇളയ സഹോദരി എന്ന നിലയിൽ അവർ 5 പേരും എന്നെ കരുതുവാനും ഞങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുവാനും അവര് എന്നെ കരുതി ആ കുടുംബത്തോട് ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മാതാവിന്റെ 2013 ഞാൻ വീണ്ടും ഇവിടെ കടന്നു വന്ന് മാതാവ് വളരെയധികം കഷ്ടം അനുഭവിക്കുന്ന ദിവസങ്ങളിലായിരുന്നു അന്ന്. ഞാൻ മാതാവും ചേർന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യാശയുടെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഞാൻ ചെയ്യുമ്പോൾ മാതാവ് ഒത്തിരി ആശ്വാസം കാണുവാൻ തക്കണിടയായി തീർന്നതായിട്ട് ഞാൻ അനുഭവം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ മാതാവും കൂടി ഒരിക്കലും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വരുമ്പം ഞാൻ ഇപ്രകാരം ഞാൻ പറയുന്ന വാക്യം അമ്മ പറയുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ മാതാവ് ഏറ്റു പറഞ്ഞിട്ട് ഞാൻ നിർത്തി കഴിഞ്ഞപ്പോൾ മാതാവ് പറയുക, എനിക്ക് വേണ്ടി മാത്രമല്ല ക്രിസ്തുവിൽ പ്രിയം വെച്ച് ഏവർക്കും ആ കിരീടം ലഭിക്കുമെന്ന്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. എന്നെക്കാട്ടിലും ഒരു പ്രത്യാശ മാതാവ് ഹൃദയത്തില് ഉണ്ടെന്ന് ഞാൻ കരുതുകൊണ്ടൊക്കെ ഇടയായി തീർന്നു. ഈ അവസാന സമയങ്ങളൊക്കെ എനിക്ക് ശുശ്രൂഷിക്കുകൊണ്ടൊക്കെ ഒരിക്കൽ തന്നെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. എനിക്ക് കണ്ണുനീരെല്ലാം കാതന്ത എന്നേക്കുമായി തുടച്ചീതല്ലോ. പൊൻവീണകൾ ധരിച്ച മോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. ആശ്വാസമേ എനിക്കേറെ തിന്നിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോ. സ്നേഹമേറിയിടുമൻ രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടമ്പനാട് IPC ടൗൺ ചർച്ചിന്റെ ശുശ്രൂഷകൻ പാസ്റ്റർ AC ജോസ് മുൻപോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ ഓർപ്പിക്കും. ജീവിതത്തിൽ നിന്നും നിത്യവിശ്രമത്തിനായി കർത്താവിനാൽ വിളിച്ചു ചേർക്കപ്പെട്ട മാതാവിന്റെ ഈ ലോക ജീവിതത്തിലെ അനുഗ്രഹീതമായ
പ്രവർത്തികൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിന്റെ നാളിൽ മഹത്വം പ്രാപിപ്പാൻ വിശുദ്ധന്മാർ ഉയർക്കുന്ന ദിവസത്തിൽ ഒരുമിച്ച് കാണുന്ന ആ പ്രഭാതത്തിനായി കാത്തുകൊണ്ട് ഈ ദുഃഖത്തിൽ കടമ്പനാട് IPC ടൗൺ സഭ പങ്കുചേരുന്നു. ദൈവം ഇവരെ ആശ്വസിപ്പിക്കട്ടെ. കടമ്പനാട് IPC കർമ്മേൽ സഭയുടെ മുൻ ശുശ്രൂഷകന്മാരായ ചില കർത്തൃദാസന്മാർ അനുസ്മരണ വാക്കുകൾ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വാത്സല്യ കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും സർവശക്തനായ ദൈവം സർവ്വവിധമായ ആശ്വാസവും സമാധാനവും പകരുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. 25 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭവനമായി എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു, പരിചയമുണ്ട്. ഈ ഭവനത്തിലൊരു അംഗം പോലെ എനിക്കിവിടെ താമസിപ്പാൻ സർവശക്തനായ ദൈവം കൃപ തന്നിട്ടുണ്ട്. അന്ന് എൻ്റെ അമ്മയെപ്പോലെ ആയിരുന്നു പ്രിയമാതാവ്. ഇവിടെ 6 വർഷം ഈ കർമ്മേൽ സഭയുടെ ശുശ്രൂഷകനായി കുടുംബമായി പാർത്ത് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ ആ കാലയളവുകളിൽ വത്സല പിതാവും മാതാവും ആരാധനകളിൽ സജീവമായി പങ്കെടുക്കുവാനൊക്കെ ഇടയായി തീർന്നു. ഞാനിവിടെ ആത്മീയപരമായും ഭൗതികപരമായും എല്ലാ നിലകളിലും സ്നേഹിക്കുകയും സഹകരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുവാൻ ഈ കുടുംബത്തിന് എല്ലാവർക്കും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. പ്രിയമാതാവിന്റെ ഈ ദേഹാവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും സർവകൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവിക പ്രത്യാശ കൊണ്ട് നിറയ്ക്കുവാനിടയാകട്ടെ. ഈ മാതാപിതാക്കൾ വെച്ചു പോയ മാതൃക പിന്തുടരുവാൻ ഇവിടെ എല്ലാ മക്കൾക്കും കുടുംബങ്ങൾക്കും ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. വേലയിൽ തുടരുവാൻ പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിന്റെ എല്ലാവിധമായ പ്രത്യാശയും പ്രാർത്ഥനയും ഇത്തരണത്തിൽ അറിയിക്കുന്നു. സർവശക്തനായ ദൈവം സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇവരെയും നിറയ്ക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദൈവഭക്തന്മാർ, ഈ ഫംഗ്ഷൻ അഥവാ ഈ സംസ്കാര ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ, നമ്മുടെ അടൂരിൻ്റെ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ഫിലിപ്പി തോമസ് അവറുകൾ, മറ്റേ ദൈവദാസന്മാർ എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇവിടെ ഓർപ്പിച്ചതുപോലെ 89 കർമ്മേൽ സഭ ഉടലെടുക്കുവാനിടയായത്. 90 മുതൽ 3 വർഷം ഈ സഭയിൽ ശുശ്രൂഷിക്കുവാനുള്ളതായ അവസരങ്ങൾ നൽകുവാനിടയായി. ഇവിടെ ദൈവദാസന്മാർ ഓർപ്പിച്ചതുപോലെ പ്രിയ മത്തായിച്ചായനും അതുപോലെ തന്നെ പ്രിയമാതാവ്, ഇവിടെ സഭയുടെ സെക്രട്ടറി ഓർപ്പിച്ചതുപോലെ 13 കുടുംബങ്ങൾ മാത്രം മാറി ആരാധന നടത്തിയ സന്ദർഭത്തിൽ ഹോളും ഒക്കെ വെച്ചതിന് ശേഷം ആദ്യമായിട്ടുള്ള ശുശ്രൂഷകനായിട്ട് ഞാൻ കുടുംബമായി ഇവിടെ കടന്നു വരുവാനിടയായി. ആ സമയങ്ങളിലാണ് ഇവിടെ ഏകദേശം 30ഓളം കുടുംബങ്ങൾ വരുവാനിടയായി തീർന്നത്. പ്രത്യേകാൽ ആ സമയങ്ങളിൽ ആ ഹോള് തേച്ചിട്ടില്ലാത്ത സന്ദർഭങ്ങളാണ്. ഹോള് വന്ന് തേച്ച് കാര്യങ്ങൾ ഒരുങ്ങുമ്പോൾ ഈ അച്ചായനെ, നമ്മുടെ മത്തായിച്ചായനാണ് രാവിലെ അവിടെ വന്ന് വെള്ളം ഒഴിച്ച് അതെല്ലാം നന്നായിട്ട് നനച്ച്, എൻ്റെ കൊച്ചുമകൻ ഇപ്പോൾ അവനന്ന് ചെറുപ്പമാണ്, അവനാണ് വെള്ളം അതേ ബക്കറ്റിനകത്ത് കോരി ചെറിയൊരു തൊട്ടിക്കകത്ത് ഞാൻ മേളിൽ നിൽക്കുമ്പോൾ പിടിച്ചു കൊടുക്കുന്നത്. പ്രിയ അമ്മച്ചി മാതാവും അപ്പൊ അച്ചായനൊക്കെ വളരെ ഈ സഭയിലുള്ള പ്രിയപ്പെട്ടവർ വളരെ ആത്മാർത്ഥമായ സന്തോഷവും സഹകരണവുമാണ്. കഴിഞ്ഞ 1 മാസത്തിന് മുമ്പേ ഞാൻ പ്രിയ കുഞ്ഞുടിച്ചായന്റെ വേർപാടിൽ മാതാവുമായി കടന്നു വന്നു. എന്നാൽ ഈ മാതാവിന്റെ വേർപാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മാതാവ് ഒരു ചെറിയ പരുക്ക് പറ്റി ഇപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുകയാണ്. പ്രത്യേകാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ച് ഇവിടെ പറയുകയും ദൈവസഭ പ്രാർത്ഥിക്കുകയും ചെയ്യുവാനിടയായി എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. പ്രത്യേകാൽ ഈ പ്രിയ കുടുംബം ഞങ്ങളിവിടെ ആയിരുന്നപ്പോൾ വളരെ ആത്മാർത്ഥമായി ഈ കുടുംബങ്ങളുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകാൽ ഞാൻ 92-ലാണ് ബഹ്റിനിൽ സഞ്ചരിക്കുന്നതെന്നാണ് പ്രിയ ബേബിച്ചാനും ഗ്രേസ് മാമ അവരുടെ കൂടെ പല ദിവസങ്ങൾ പാർക്കുവാനുള്ള അവസരങ്ങളും ഒക്കെ നൽകുവാനിടയായി. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ നല്ല സഹകരണങ്ങൾ ഈ മക്കളെല്ലാവരും ആത്മാർത്ഥമായി കടന്നു വരികയും സഹകരിക്കുകയും ചെയ്യുമ്പോൾ ഒരു കുടുംബത്തെ പോലുള്ള എല്ലാ സഹകരണങ്ങളും നൽകുവാനിടയായി. പ്രത്യേകാൽ പ്രിയ മാതാവിനെ നമുക്ക് നിത്യതയിൽ കാണാമെന്നുള്ള വിശ്വാസമാണ്. പല പ്രാവശ്യങ്ങൾ ഞാൻ എൻ്റെ മാതാവുമായിട്ടും അല്ലാതെയും എൻ്റെ കുടുംബമായിട്ടൊക്കെ വരികാനും മാതാവിനെ കാണുവാനും ഒക്കെ ദൈവം അവസരം നൽകിയിട്ടുണ്ട്.
പ്രത്യേകാൽ പ്രിയസ്വാമിയോട് ഓർപ്പിച്ചതുപോലെ അധികം കഷ്ടപ്പെടുത്താതെ കർത്താവെ നിത്യതയിൽ അവിടുന്ന് ചേർക്കപ്പെടണമെന്ന് ഞങ്ങളും ഓരോ ദിവസവും പ്രാർത്ഥനയിൽ ഓർക്കുവാനിടയായി. എല്ലാ കുടുംബങ്ങൾക്കും സമാധാനവും ആശ്വാസവും പകരട്ടെ. ബന്ധപ്പെട്ട ദാസന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടതും എല്ലാ ദൈവമക്കളുടെയും വന്ദനം ഈ സമയം അറിയിക്കുന്നു. സർവപ്പള്ളി ചേർക്കപ്പെട്ട പ്രിയ അമ്മച്ചിയുടെ മക്കളിൽ 4 പേരെ കുടുംബങ്ങളായിട്ട് അനുഗ്രഹിക്കപ്പെടുന്നവരെയും കർത്താവിനെ ആരാധിക്കുന്ന കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളിലെല്ലാം ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ ഞങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. പ്രിയ ദേവിച്ചായൻ സിസ്റ്റർ ഗ്രേസ്യമ്മ കുടുംബം, ഡാനിയൽ ഓടിച്ചായൻ സിസ്റ്റർ കുഞ്ഞുമോൾ കുടുംബം, കുഞ്ഞുമോൻ ചെറിയാൻ ജോസമ്മ കുടുംബം, ജോസ് ഷേർലി കുടുംബം, ജെസി കുടുംബം, ഈ കുടുംബങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരൽ കർത്തൃജാഗരണം തീർക്കുമ്പോൾ നമ്മെ വിട്ട് തിരിച്ചുപോയ നമ്മുടെ പ്രിയ മാതാവിനെ തേജസ്സിന്റെ ശരീരത്തിൽ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. യോർക്കിലുള്ള ശാലയും പെന്തക്കോസ്തും ചാർന്നാക്കി നിങ്ങൾ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, ദൈവീയമായ സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർമ്മിക്കുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 1982 മുതൽ ഈ കുടുംബവുമായിട്ടുള്ള സ്നേഹബന്ധം പുലർത്തുവാൻ സാധിച്ചു. 82 ഞാൻ ന്യൂയോർക്കിൽ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുമോൾ ദാനിയലുട്ടി ഫാമിലിയുമായിട്ട് വളരെ അടുപ്പമായിട്ട് താമസിച്ചു. അതിനുശേഷം ഇളയ സഹോദരങ്ങൾ ഓരോരുത്തർ വന്നു. മൂത്ത സഹോദരി ന്യൂജേഴ്സിയിലായതുകൊണ്ട് അധികം ബന്ധപ്പെടുവാൻ ആ കാലങ്ങളിൽ സാധിച്ചില്ല. എന്നാൽ എൻ്റെ മകൻ റോബിൻസൺ ജെസി കുടുംബവും മകൾ ഷേർലി ജോർജുക്കെ വന്ന് എല്ലാ ആഴ്ചയും പൊന്നച്ചൻ ജെസിയുടെ കൂടെ അല്ലെങ്കിൽ ജെസിയും പൊന്നച്ചനും അവിടെ ഏതോ എപ്പോഴും കൂടി കാണാതെ ഒരാഴ്ച പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരെ പ്രത്യേകിച്ച് സ്നേഹബന്ധത്തിൽ കഴിഞ്ഞ കുടുംബമാണ്. അതുകൂടാതെ ഞങ്ങൾ 4 കുടുംബക്കാരും ഒരു ചർച്ചിൽ തന്നെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. ഞാൻ 17 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് കടന്നു വന്നു. 6 മാസം ഇവിടെ താമസിക്കും, 6 മാസം അവിടെയാണ്. ആ 6 മാസത്തിന് മുമ്പ് അവിടെ താമസിക്കുമ്പോഴാണ് അച്ചായനും കൊച്ചമ്മയും അവിടെ കടന്നു വന്നു. അവരോടുകൂടി ഒന്നിച്ച് ആരാധിക്കുവാൻ ഇടയായപ്പോൾ ഞങ്ങളും വളരെ പരിചയത്തിലായി. പിന്നെ പ്രായാധിക്യം കൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ വന്ന് കാണുന്ന ഒരു കുടുംബം ഇതും, അതുപോലെ ദാനിയലുട്ടിയുടെ മാതാവ്. പോകുന്ന സമയത്തും ഈ 2 മാതാക്കളെ കണ്ടിട്ടാണ് പോകുന്നത്. കാരണം മക്കളവിടെ ചെന്ന് പറയാമല്ലോ, ഞാനും നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും കണ്ടു എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ വർഷം വരെയും വരുമ്പോൾ ഈ അമ്മച്ചി എന്നോട് ചോദിക്കും, വടക്കെടുത്താവിലെ ബേബിച്ചാനല്ലയോ? ആന്ന്, ചായ കുടിച്ചിട്ടേ പോകാവൂ. എന്നാൽ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ച് അമ്മച്ചിന്ന് വിളിച്ചിട്ടും റെസ്പോൺസ് ഇല്ലാതെ പോയി. അങ്ങനെ അന്നു മുതൽ അമ്മച്ചി ക്ഷീണാവസ്ഥയാണല്ലോ എന്ന് ഓർത്ത് സാധാരണ പ്രാർത്ഥിക്കും, ദൈവമേ അധികം കഷ്ടപ്പെടുത്തല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഇരുന്നു. ഇപ്പോൾ എൻ്റെ മകൻ റോബിൻസൺ കുടുംബത്തിൻ്റെയും മകൾ ഷേർലി ജോർജിൻ്റെയും അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. ഞങ്ങളുടെയും അനുശോചനം അറിയിച്ചുകൊണ്ട് ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ആശ്വാസം ദൈവം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനും ശരീരത്തിൽ ക്ലേശമുള്ള ഒരാളാണ്. 12 മണിക്കൊരു ഡോക്ടർ അപ്പോയിൻമെന്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പോകേണ്ടത് അത്യാവശ്യമാണ്. പോകുന്നതിന് ക്ഷമിക്കുക. നാളൊക്കെ കർത്താവിൻ്റെ വേലയ്ക്കും ആരാധനയ്ക്കും മുൻതൂക്കം കൊടുത്ത് പ്രവർത്തിക്കുകയും കഴിഞ്ഞ ദിവസം വരെ നമ്മോട് കൂടെ ഉണ്ടായിരുന്ന പ്രിയമാതാവിനെ വിശ്രമത്തിനായി ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. മരണം എന്നുള്ളത് ദുഃഖമാണെങ്കിലും ഒരു ദിവസം ചെന്ന് കാണാം എന്നുള്ള പ്രത്യാശ ദുഃഖത്തിനപ്പുറത്ത് സന്തോഷം പകരുന്നതാണ്. ദുഃഖത്തിലായിരിക്കുന്ന ഭവനവാസികൾ, സ്റ്റേജിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്തദാസന്മാർ, എവിടെയും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി ഒന്ന് അറിയിക്കുന്നു. ഈ പ്രിയാമ്മച്ചിയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ചെറുപ്പം, ഞാൻ 5-ാമത്തെ വയസ്സിൽ കലുവഴിയിൽ എൻ്റെ വല്യപ്പച്ചൻ്റെ കടയിൽ സേവിച്ച് ഇവിടെ പഠിച്ച് വളർന്നവനാണ്. ഈ അമ്മച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ അമ്മച്ചി ജീവിതത്തിലെ ജനനം, ജീവിതം, മരണം 3 അക്ഷരങ്ങളാണ് ഈ 3 വാക്കിനുള്ളത്.
അതിൽ ശ്രേഷ്ഠമായിട്ട് ദൈവകൃപയിൽ ജനിച്ചു, ദൈവകൃപയിൽ ജീവിച്ചു, ദൈവത്തിന്റെ പ്രത്യാശയിൽ സ്വർഗീയമായ ഇതിലേക്ക് കടന്നു പോയിരിക്കുന്നു. എല്ലാവിധ ആശ്വാസവും ദൈവകൃപയും ഈ ഭവനത്തിനും കൂടപ്പെട്ടവർക്കുണ്ടായിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസിന് ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരാളാണെന്നാൽ രാവിലെ 1-2 മരണങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ചില അത്യാവശ്യങ്ങൾ കൂടെ വന്നു ചേർന്നതുകൊണ്ടാണ് താമസിച്ചു പോയത്. അല്ലെങ്കിൽ രാവിലെ തന്നെ വന്നു ചേരേണ്ടതായിരുന്നു. ഇന്നലെ രാത്രിയിലും ഞാനിവിടെ വന്നിരുന്നു. പ്രിയ മാതാവ് ചില നാളുകളായിട്ട് രോഗിയായിട്ട് ആയിരുന്നു. പല പ്രാവശ്യം വന്ന് കാണുകയും ആശ്വാസവാക്കുകൾ പറയാവുന്ന സമയത്ത് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി തോന്നിയത്, വളരെ സന്തോഷമായി തോന്നിയത്, ഞാൻ വന്ന് കണ്ടിട്ടുള്ളപ്പോഴെല്ലാം ഇവിടെ അവരുടെ സ്വന്തം മക്കള് ദൂര സ്ഥലങ്ങളിലായിരുന്നതുകൊണ്ട്, ഞങ്ങളെ സംബന്ധിച്ചോ അത്രയൊക്കെ തന്നെ ആയിരുന്നതുകൊണ്ട് അവരെപ്പോഴും ഇവിടെ കാണുകയില്ല. അവരെ ശുശ്രൂഷിച്ച ആ സഹോദരി വളരെ വൃത്തിയായിട്ട്, ഇതിനടുത്തും ആളുണ്ടായിരുന്നല്ലോ, ഭംഗിയായിട്ട് സൂക്ഷിച്ചിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളപ്പോഴെല്ലാം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി നോക്കി കണ്ടിട്ട് പോയിട്ടുള്ളത്. ഇതുപോലെയുള്ള അവസരങ്ങൾ ആർക്കൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ നിവൃത്തിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൂരസ്ഥലങ്ങളിലാണ്. അവരൊക്കെ തക്ക സമയത്ത് ഓടിയെത്താൻ വയ്യാതെ വരുമ്പോഴും കാത്തു സൂക്ഷിക്കുന്നവനായ ഒരു ദൈവം, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ തലമുറ തലമുറയായി സങ്കേതമായ ഒരു ദൈവം, ഒരു ദൈവവൈതലായി ജീവിച്ച് എന്ന് ഞാൻ പറഞ്ഞാൽ, ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കും പ്രകാരം കർത്താവായ യേശുക്രിസ്തു എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്നും ആ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്നും വിശ്വസിപ്പാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. വേദിയിലായിരിക്കുന്ന ഈ ലീഡ് ചെയ്യുന്ന പാസ്റ്റർ സഹസഭ്യർ ഫിലിപ്പി തോമസ്, ഞാൻ ബെഞ്ചമിൻ അജ്ജ എന്ന് വിളിക്കുന്ന പാസ്റ്റർ ബെഞ്ചമിൻ വർഗീസ്, അങ്ങനെ എല്ലാ ദൈവദാസന്മാരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം അറിയുന്നു. പ്രത്യേക എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ സ്വാഗതം പറയാനുള്ളതാണല്ലോ, നന്ദി പറയാനുള്ളതാണല്ലോ. എന്നാൽ റൂബി, അതായത് അമ്മയും അച്ചാച്ചനും കൂടെ വളർത്തിയ ഒരു കൊച്ചുമകളുണ്ട്. അവള് മലയാളത്തിൽ മലയാളം അറിയത്തില്ല, എന്നാൽ ആരോടെങ്കിലും പറഞ്ഞ് മലയാളത്തിൽ എഴുതിയ ഒരു ചെറിയൊരു അനുശോചന ലെറ്റർ എനിക്ക് അയച്ചു തന്നു, എന്നാൽ ഇമെയിൽ ചെയ്തു തന്നു. അത് ഞാനിവിടെ വായിക്കുന്നു. എൻ്റെ പേര് റൂബി. അമ്മച്ചിയുടെ ഏറ്റവും മൂത്ത മകളുടെ മൂത്ത കൊച്ചുമകളാണ്. ചില കാരണങ്ങളാൽ എനിക്ക് എൻ്റെ കുടുംബത്തിനും അമ്മച്ചിയുടെ സംസ്കാര ചടങ്ങിൽ വരുവാൻ കഴിയുന്നില്ല. എങ്കിലും എൻ്റെ ഹൃദയം ഉള്ള ഒരു ഓർമ്മകൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. കുടുംബത്തിലെ ഏറ്റവും കൊച്ചുമകളായ ഭാഗ്യം എനിക്ക് ലഭിച്ചു. മമ്മിയും ഡാഡിയും ഗൾഫിലായതുകൊണ്ട് അമ്മച്ചിയാണ് എന്നെ വളർത്തിയത്. എന്നാൽ എനിക്ക് മാങ്ങ വളരെ ഇഷ്ടമായതുകൊണ്ട് മാങ്ങയുടെ സീസൺ അല്ലാത്ത മാങ്ങ തീരുന്ന സമയത്ത് ഒരു മാങ്ങ എടുത്തു വെച്ച് അമ്മച്ചി ഞാൻ വരുന്നത് നോക്കി എനിക്ക് തരുമായിരുന്നു. അങ്ങനെ അമ്മച്ചിയോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വളരെ ആഴമായിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. എങ്കിലും ഒരിക്കൽ യേശുവിൻ്റെ അടുത്ത് പോകുമ്പോൾ എൻ്റെ വല്യപ്പച്ചനെയും അവിടെ കാണാമെന്നുള്ള വിശ്വാസവും പ്രത്യേകിച്ച് എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. എന്നെ അമ്മച്ചിയുടെ സ്വന്തം ഏറ്റവും മൂത്ത മകൾ റൂബി, മൂത്ത കൊച്ചുമകൾ റൂബി. ദൈവനാമം വാഴ്ത്തുമാറാകട്ടെ. പ്രിയ, ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ കേൾപ്പാൻ ഇടയായി. അച്ചാച്ചനും അമ്മയും ചെയ്തു വെച്ച കാൽപ്പറ്റുകളെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ 5 പേരും കുടുംബമായി ദൈവസന്നിധിയിലായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിക്ഷിപ്പിന്റെ കടമത്തിലേക്ക് ഞാൻ ആദ്യം പ്രവേശിച്ചു കൊള്ളട്ടെ. ഈ പുനർ സർവീസിന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന പാസ്റ്റർ ബാബു കെ ചാക്കോയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
ഈ സഭയുടെ പാസ്റ്ററാണ്. ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ഏത് ആവശ്യമുണ്ട്, അമ്മയ്ക്ക് സുഖമില്ലെന്ന് കേട്ടാൽ ആ സമയം കുടുംബമായി ഓടിയെത്ത് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്തദാസനാണ്. എനിക്ക് ഈ പാസ്റ്ററെയും ക്രിസ്തോസ് പാസ്റ്ററെയാണ് എനിക്ക് കൂടുതൽ പരിചയമുള്ളത്. ബാക്കിയുള്ളത് വളരെ എനിക്ക് പരിചയമില്ല. രണ്ട് ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക ചേരായിരിക്കുന്ന പാസ്റ്ററെ ഓർത്ത് നന്ദി അറിയിപ്പിച്ചുകൊള്ളുന്നു. രണ്ടാമതായി IPC സ്റ്റേറ്റ് സെക്രട്ടറിയും അടൂർ ഈസ്റ്റ് സെന്ററിന്റെ പാസ്റ്ററുമായ റവറൻ ഫിലിപ്പി തോമസ് ആണ്. പാസ്റ്റർക്ക് ഏതാണ്ട് അത്യാവശ്യമായി വിസയുടെ ഏതാണ്ട് ക്രമീകരണം കൊണ്ട് പോകേണ്ടതായിരുന്നു. എങ്കിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനും ശുശ്രൂഷ ചെയ്യുവാനും കർത്താവ് കാണിച്ച സന്മനസ്സിനായി ദൈവത്തെ നന്ദി സ്തുതിക്കുന്നു. പാസ്റ്റർക്കുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതായത് ഞങ്ങൾ ബെഞ്ചമിൻ ചാൻ വിളിക്കുന്ന ബെഞ്ചമിൻ ചാനെയും ഈ സമയത്ത് ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതായത് വേദിയിൽ ഉപേക്ഷനായിരിക്കുന്ന എല്ലാ പാസ്റ്ററുടെയും പേര് പറഞ്ഞു പോയി കഴിഞ്ഞ ഒത്തിരി പറയാനുണ്ട്. എന്നാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണമല്ലോ. അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ റാണിയും ഷീജയും ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് അവർ ഞങ്ങൾ അമ്മയെ കാര്യമായി ബെഞ്ചമിൻ ചാനുവായിരുന്നത് കേട്ടല്ലോ. കാര്യമായി അമ്മയെ നോക്കി അമ്മയുടെ അവസാന 2 ദിവസം ഇച്ചിരി ഭാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഷീജ അത് ടേക്ക് ചെയ്ത ഷീജയായിരുന്നു ലാസ്റ്റിൽ അമ്മയുടെ അടുത്ത് ഇരുന്ന്. അമ്മ ലാസ്റ്റ് മൂമെന്റിൽ അമ്മയുടെ അടുത്ത് ഷീജ മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ ആ ഷീജയ്ക്കും റാണിക്കും അങ്ങനെ ഇവിടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഇവിടെ വന്ന് പോയ എല്ലാ സഹോദരിമാർക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പ്രത്യേക പിന്നെ ഷാജി, കൊച്ചുമോൻ, വീട്ടിലെ കൊച്ചമ്മ, അങ്ങനെ ആദ്യമായവർ ഞങ്ങളുടെ ഇല്ലാത്ത സമയങ്ങളിൽ രാത്രി കൊച്ചമ്മ വീട്ടിൽ വന്ന് കിടന്ന് അമ്മയെ ശുശ്രൂഷിപ്പാനും അങ്ങനെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്ത കൊച്ചമ്മയ്ക്കും ഷാജിക്കും കൊച്ചുമോനും അങ്ങനെ എല്ലാവർക്കും നന്ദി കൊടുക്കും. പ്രത്യേക താഴെയിലെ ഉപ്പാന്റെ മക്കൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് കടന്നു വന്നിട്ടുണ്ട്. അവർക്കും ഞാൻ ഈ സമയം നന്ദി പറയുന്നു. പ്രത്യേക ലൈവ് സ്ട്രീം ചെയ്യുന്ന യൂണിറ്റെക്കിനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. മ്യൂസിക് ടീമിനുള്ള നന്ദി അറിയിപ്പിച്ചുകൊള്ളുന്നു. പന്തൽ അങ്ങനെ അതിയായി എല്ലാ ക്രമീകരണം ചെയ്തു തന്ന നന്ദി അറിയിപ്പിച്ചുകൊള്ളുന്നു. പ്രത്യേക ഇത്രയും ആൾക്കാർ ഈ കടമനാട് പ്രദേശത്തിന് ഞങ്ങളെ സ്നേഹിച്ച് ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും ഉള്ള നന്ദി അറിയിപ്പിച്ചുകൊള്ളുന്നു. അതിലുപരിയായി കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നെ നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുവാൻ ഇടയായ എന്റെ പിതാവ് ചില രോഗത്തോടു കൂടി ദൈവത്തെ കണ്ടുമുട്ടി അവർ പിടിച്ച വിശ്വാസത്തിൽ പുറകെ പിടിച്ചുകൊണ്ട് അന്ത്യം വരെയും പോകാൻ ദൈവം സഹായിച്ചു. മൂത്തമ്മ പറഞ്ഞതുപോലെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഭയപ്പെടാതെ വചനത്തിന് വേണ്ടി ഉറച്ചു നിന്ന് കൊണ്ട് നീതിമാന്റെ സന്തതി അപ്പവരൊക്കെയാണ് വചനത്തിൽ പറയുന്ന പോലെ ഞങ്ങളെ ഇന്ന് നിർത്തിക്കൊണ്ട് കൃപയ്ക്കാനത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ കാലാവസ്ഥ അനുകൂലമാക്കി തന്ന ദൈവത്തിനും എല്ലാത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ടും കർത്താവ് എനിക്കൊന്ന് പറയാവുള്ളൂ. അച്ചാച്ച, അമ്മച്ചി, കർത്താവിന്റെ കാഹളത്തിങ്കൽ വീണ്ടും നമുക്കൊന്നിച്ച് കാണാവുന്ന പ്രത്യാശ ഞങ്ങളെ ഭരിക്കുന്നു. മറ്റുള്ളവർ കരയുന്ന പോലെ കരഞ്ഞ് ഭാരപ്പെടാതെ നമുക്ക് ആ നിത്യതയിൽ കർത്താവിന്റെ പൊൻപുലരിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ സ്തോത്രം. ഇപ്പോൾ പേർക്കുരാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിലെന്റെ വേല ചെയ്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും. ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ന്യൂയോർക്കിലുള്ള സഹോദരന്മാര് രാത്രി മിഡ് നൈറ്റ് ആണ് അവരെ ഉറക്കമുളച്ചിരുന്ന് അവിടെ ഇരുന്ന് ന്യൂയോർക്ക് സാലിമെന്ത ടാബർനാക്കിലുള്ള എല്ലാ ദൈവമക്കളും ഇതിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്ന പ്രത്യേക ഞങ്ങളുടെ കൊച്ചും ഞങ്ങളുടെ മക്കള് ഇത് മക്കളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേക ഭാവിച്ചാൻ ന്യൂയോർക്കിൽ നിന്ന് ഇവിടെ കടന്നു വന്നു. ഇന്ന് രാത്രി പുള്ളി തിരിച്ചു പോകണ്ട, എന്നാലും ഞങ്ങൾ ഇവിടെ കടന്നു ഭാവിച്ചാൻ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ കഴിഞ്ഞ 84 സംവത്സരം ഈ ലോകത്ത് ജീവിച്ചിരുന്ന ഇപ്പോൾ കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന മാതാവിന്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ
ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഒരു മനുഷ്യായുസ് മുഴുവൻ ജീവിച്ചിരിപ്പാൻ ദൈവം സഹായിച്ചു. 84 വർഷം എന്ന് പറയുന്നത് ദീർഘായുസ് ദൈവം കൊടുത്തതാണ്. ലഭിച്ച ആയുസ് ദൈവനാമത്തിന്, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള നിലയിൽ ജീവിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ഇവിടെയുള്ള 2 സഭകളുടെയും വളർച്ചയ്ക്ക് ഈ കുടുംബം ഒരു കാരണമായി തീർന്നു എന്നുള്ളതിൽ സന്തോഷിക്കുന്നു. കർത്താവിനെ അറിയുവാനും സ്നേഹിപ്പാനും സേവിപ്പാനും ദൈവവഴികളിൽ ജീവിപ്പാനും ദൈവവഴികളിൽ മക്കളെ വളർത്തിയെടുക്കുവാനും അവർ ദൈവകൃപയിൽ നിലനിൽക്കുന്നത് കാണുവാൻ, അവരുടെ നന്മകൾ അനുഭവിപ്പാനൊക്കെ മാതാവിന് ഭാഗ്യം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പയായുസുള്ളവനും കഷ്ടസമ്പൂർണനുമെന്ന് ഇയ്യോബ് പറഞ്ഞിട്ടുണ്ട്. മാതാവും ചില ദിവസങ്ങൾ കഷ്ടങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ആ കഷ്ടങ്ങൾക്കെല്ലാം അവസാനം വന്നിരിക്കുകയാണ്. മാതാവിന്റെ ഭൗതിക ശരീരം മാത്രമേ ഇവിടെയുള്ളൂ. മാതാവിന്റെ ആത്മാവ് നിത്യതയിൽ ദൈവത്തോടൊപ്പം വിശ്രമിക്കുകയാണ്. മരണമെന്ന് പറയുന്നത് ലളിതമായി ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുന്നതാണ്. ആത്മാവില്ലാത്ത ശരീരം നിർജീവമെന്ന് വേദപുസ്തകം പറഞ്ഞതാണ് മരണത്തിന്റെ നിർവചനം. മാതാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ: മാതാവിന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നുവെന്ന് പൗലോസ് പറയുന്നു. നാം ഇപ്പോൾ വസിക്കുന്നത് മൺകൂടാരമാണ്. മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു കൂടാരമാണ്. അതൊരു താൽക്കാലികമായ കൂടാരമാണ്. ഇത് അഴിഞ്ഞു പോകുന്ന ഒരു കൂടാരമാണ്. ഇത് അഴിഞ്ഞു പോയാൽ ഇതിന് പകരം അഴിഞ്ഞു പോകാത്ത ഒരു നിത്യഭവനം സ്വർഗത്തിലെ ദൈവം കരുതിയിട്ടുണ്ടെന്ന് ദൈവമക്കൾക്ക് അറിവുണ്ട്. ആ അറിവാണ് ഇവിടെയുള്ള ആളുകളെ ആശ്വാസത്തോടെ ഇരുത്തുന്നത്. മരണത്തെ മനുഷ്യൻ ഭയത്തോടെ, ഭീതിയോടെ വീക്ഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവാണ് മരണത്തെ ലഘുവാക്കി ചിത്രീകരിച്ച് മനുഷ്യന് നൽകിയത്. ബഥാനിയിലെ ലാസർ മരിച്ചു കിടക്കുമ്പോൾ, മരിച്ച് അടക്കപ്പെട്ട ദിവസങ്ങൾക്ക് ശേഷം യേശു ബഥാനിയിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നത്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുകയാകുന്നു, നാം അവനെ ഉണർത്താൻ പോകുന്നെന്നാണ്. മരണത്തെ കർത്താവ് നീണ്ട ഒരു ഉറക്കമായിട്ടാണ് പറയുന്നത്. എല്ലാ ദിവസവും മനുഷ്യൻ വിശ്രമത്തിനായി ഉറങ്ങും. രാവിലെ മനുഷ്യൻ ഉണരുന്നു, വീണ്ടും പ്രയത്നങ്ങളിൽ വ്യാപൃതരാകുന്നു. എന്നാൽ മരണം ഒരു സാധാരണ ഉറക്കമല്ല, ഒരു നീണ്ട ഉറക്കമാണ്. ഉറങ്ങുന്ന മനുഷ്യൻ ഉണരുമെന്ന് നാം തിരിച്ചറിയുന്നത് പോലെ മരണമെന്ന നീണ്ട ഉറക്കത്തിലായിരിക്കുന്നവരും ഉണരും. അതെപ്പോഴെന്ന് ചോദിച്ചാൽ കാഹളം ധ്വനിക്കുമ്പോഴാണ് ഉണരുന്നത്. ഈ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഏവരെയും സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ മാതാവിനോട് ഇപ്പോൾ വിട പറയുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നോക്കാം. പരിടമാം പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ മറഞ്ഞിടും ഞാൻ നിൻ
ആനന്ദ കൃപ പേരും മതിയേ അനുഗ്രഹത്തെ അധിപതിയേ ആനന്ദ കൃപ പേരും മതിയേ. പ്രിയപിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനസ്സിലുള്ള പിതാവായി സർവ്വയാശ്വാസങ്ങളുടെയും ദൈവമായി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് സ്തോത്രം. ഈ പ്രിയ മാതാവിനെ ദൈവം അനുവദിച്ചതായി ആയുസ് തികഞ്ഞപ്പോൾ നിത്യവിശ്രമത്തിനായി അങ്ങേ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുവാൻ അങ്ങേക്ക് പ്രസാദമായതിനായും സ്തോത്രം. പ്രത്യാശയുടെ വാക്കുകൾ ഞങ്ങൾക്ക് നൽകി തന്നു, ദിവ്യമായ ആശ്വാസം ഞങ്ങൾക്ക് നൽകി തന്നു. അതിനായിട്ടെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ശുശ്രൂഷ ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ, പ്രകൃതിയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നല്ലോ, യാത്രകളിലെല്ലാം ദൈവം എല്ലാവരോടും കൂടെ ഇരുന്നല്ലോ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ കുടുംബം ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്ത, ദൈവരാജ്യത്തിന് വിസ്തൃതിക്ക് വേണ്ടി ചെയ്ത എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ അവർക്ക് ധാരാളം പ്രതിഫലമുള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മാതാവ് കാണിച്ചതായി നല്ല മാതൃകകൾ പിന്തുടരുവാൻ തലമുറകളെ കർത്താവ് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഈ ഭൗതിക ശരീരം ക്രിസ്തീയ ആചാരപ്രകാരം ഞങ്ങൾ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് കൂടെ പോരുമാറാകണം. തുടർന്നുള്ള ശുശ്രൂഷകളിലെല്ലാം ദൈവ സാന്നിധ്യം അനുഭവിപ്പാനിടയാക്കണം. ദൈവനാമം മഹത്വമെടുക്കണം. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാ ഉള്ളങ്ങളെയും അങ്ങ് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ കൊണ്ട് ഞങ്ങളുടെ ഉള്ളങ്ങളെ വീണ്ടും നിറയ്ക്കണം. സകല മഹത്വം അങ്ങെടുക്കണം. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന ദൈവപുത്രനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, വിശേഷാൽ പ്രിയമാതാവിന്റെ വേർപാടിൽ മാനുഷികമായ വേദനയിലിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോടും ബന്ധുമിത്രാദികളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ഭവനത്തിൽ താരൻ വാസം നമുക്ക്
നിൻ ക്രൂശു ഞാൻ വഹിക്കെന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ദാസൻ യാക്കോബെ പോൽ രാക്കാലത്തിൽ വൻ കാട്ടിൽ കല്ലിന്മേൽ ഓറങ്ങുകിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്ണെത്തും ഏണി പോൽ പ്രകാശമാം ദൂതർ വിളിക്കുന്ന നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. സ്തോത്രം ചെയ്യുന്നു. പ്രിയമ്മച്ചയുടെ വേർപാടുള്ള ബന്ധത്തിൽ കർത്താവെ ഭവനത്തിൽ വെച്ച് നടന്ന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. ഹൃദയവുമായി കർത്താവെ ഞങ്ങൾക്ക് ഈ സെമിത്തേരിയിൽ കടന്നു വരുവാൻ ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം. ഞങ്ങളുടെ യാത്രയിൽ അങ്ങനെ സാന്നിധ്യം ഉണ്ടായിരുന്നുകൊണ്ട് ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹൃദയങ്ങൾ നൽകിയിരിക്കുന്ന ആശ്വാസത്തിനും പ്രത്യാശയ്ക്കുമായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ വിധേയദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കണമേ. ശിഷ്യ ഫിലിപ്പ് തോമസ് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ ദാസനെ ദൈവം ശക്തീകരിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ ദേദോ നീ കേൾക്കുമാറാകണമേ. പ്രിയ മാതാവിന്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഭവനത്തിലെ ശുശ്രൂഷയിൽ നമുക്ക് സഹകരിപ്പാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ കൃപ സ്വാതന്ത്ര്യം അനുഭവിക്കാനിടയായി. ഈ ഭൗതിക ശരീരം ക്രിസ്തീയ ആചാരപ്രകാരം ഇവിടെ സംസ്കരിക്കേണ്ടതിന് കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു. തുടർന്ന് ക്രിസ്തീയ പ്രത്യാശയെ ഉണർത്തുന്ന വേദഭാഗങ്ങൾ നാം ഇവിടെ വായിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികൾ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല.
ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാവങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിന് ഇത്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അലക്ഷന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടുള്ള ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രയെന്ന് സ്പഷ്ടം. എന്താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്ന് ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്ര. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും. തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം നമ്മളോട് വരുത്തും. കർത്താവ് പ്രത്യക്ഷവരെ ജീവനോടെ ശേഷിക്കുന്നവരാൽ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിനെ താന്നുകൊണ്ട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിനെ മരിച്ചതിന് മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവിടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം ഇപ്പോൾ കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുകയും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവരെന്ന് എഴുതിയിരിക്കുന്നത് പോലെ നാം വായിച്ചു കേട്ടത് തിരുവചനത്തിലുള്ളതായ പ്രത്യാശ തരുന്ന ദൈവത്തിന്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. സകല ബുദ്ധിയും കവിഞ്ഞ ദൈവിക സമാധാനം എല്ലാ ഉള്ളങ്ങളെയും കാക്കുമാറാകട്ടെ. നിയമവിധിയ ശരീരം നമ്മ കുഴിയിലേക്ക് വെക്കുന്നതിന് മുൻപ് പെട്ടിയുടെ അടിവശത്തെ തട്ടിളക്കി ലോകേ ഞാനൻ ഓട്ടം തികച്ചു, സ്വർഗ്ഗദേഹേ വിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമായി പരമേശ്വരാജൻ സന്നിധോ. പറന്നിടും ഞാൻ
സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുന്നിൽ ഹല്ലേലൂയ പാടിടും ഏറെ നാളായി കാണാനാശയാ കാത്തിരുന്ന എന്റെ പ്രിയ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേതേ കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളിച്ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്നും അവൻ കൽപ്പിച്ചു. മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കഷ്ടതയില്ലാത്ത ലോകത്തിലേക്ക് പ്രിയ മാതാവ് എത്തിയിരിക്കുകയാണ്. കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്നത് വരെ ഈ ഭൗതിക ശരീരം ഈ കല്ലറയ്ക്കുള്ളിൽ വിശ്രമിക്കട്ടെ. കാഹളം കേൾക്കുമ്പോൾ കല്ലറകളുടെ ഭിത്തിയെ ഭേദിച്ചുകൊണ്ട് ഈ മാതാവിന്റെ ഭൗതിക ശരീരം ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും. അതുവരേക്കും നമുക്ക് ഒരുമിച്ച് വിട പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കും. പ്രിയ മാതാവിന് കൊടുത്ത ഭൗതിക ആയുസ് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പാൻ കർത്താവിനെ ജീവിതകാലത്ത് കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാനൊക്കെ കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം. ദൈവത്തിന് വേണ്ടി ചെയ്ത എല്ലാ നല്ല പ്രവൃത്തികൾക്കും സ്വർഗത്തിൽ പ്രതിഫലം സൂക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവരും ദൈവകൃപയിൽ നിലനിൽക്കുന്നത് കാണുവാനിടയാക്കിയതിനായിട്ട് സ്തോത്രം. നീ മർത്യനെ പൊടിയിലേക്ക് ചേർക്കുമാറാക്കും. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവരെന്ന് അരുളി ചെയ്യുന്ന നാൾ വരെ ഈ മർത്യ ശരീരം ഇവിടെ വിശ്രമത്തിനായി ഞങ്ങളെ ഏൽപ്പിക്കും. അവിടുത്തെ കാഹളം ധ്വനിക്കുമ്പോൾ ഞങ്ങളുടെ മാതാവ് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശ, ഉറപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളതിനായി സ്തോത്രം. എല്ലാ ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാ ഉള്ളങ്ങളെയും നിറയ്ക്കാൻ, പ്രത്യാശകൾ നിറയ്ക്കാൻ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ മർത്തിനെ പൊടിയിലേക്ക് ചേർക്കുമാറാക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഈ ഭൗതിക ശരീരം മണ്ണിലേക്ക് ചേർക്കുന്നു. പ്രിയ മാതാവ് പോയി വിശ്രമിച്ചു കൊള്ളുക. മാതാവിന്റെ പ്രതിഫലം വാങ്ങുവാൻ ഉയർത്തെഴുന്നേൽക്കുന്ന നാൾ വരെയും വിട പറയുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഏറുന്ന പ്രത്യാശയോടുകൂടെ ഞങ്ങൾ ഈ മൃതശരീരം ഇവിടെ അടക്കം ചെയ്യും. ഒരു നാൾ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കാൻ നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ ദാസനിൽ കൂടെ നിന്റെ തിരുവചനത്തിൽ നിന്ന് കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാളിനെ നോക്കി പാർക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾക്കും ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മുറിഞ്ഞ കാര്യങ്ങളിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഫലമേൽപ്പിക്കുന്നു. വന്നുചേർന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. മടങ്ങിപ്പോകുമ്പോഴും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. ആപത്തോ അനർത്ഥമോ വിഷമോ ആർക്കും ഉണ്ടാകാതെ സൂക്ഷിക്കണമേ. ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ നിന്റെ ദാസനെ അവിടുന്ന് അത്യാരപ്പെടുത്തിയതോർത്ത് സ്തോത്രം. മാനവും മഹത്വവും അവിടുത്തേക്ക് മാത്രം ഇരിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തണമേ. പൊന്നുനാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും മാനുഷികമായ വേദനയിലായിരിക്കുന്ന പ്രിയ ഹൃദയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണം. യേശു ക്രിസ്തു മുഖാന്തരം ഇവിടെ നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
കെട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും